ഹലോ ഹലോ, ഞാൻ ലാലാണ്. ഹലോ സാറേ, ലാലേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ലാലേട്ടൻ എന്താ അല്ലേ? എന്താ മോനെ, സ്വന്തം ശരീരം വേദനിച്ചിട്ടും ആ മനുഷ്യൻ അതിന് കാരണക്കാരനായ ആളിനോട് ഒന്ന് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ആ ദേഷ്യത്തോടൊന്ന് നോക്കുവോ? അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ ചോദിച്ചത് തന്നെ എന്താ മോനെ ഇത്. ഈ ഒരു സംഭവത്തിന്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്, മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ആ വീഡിയോ ഒക്കെ വൈറലായതുമാണ്. 24-ന്റെ മൈക്കായിരുന്നു ലാലേട്ടന്റെ കണ്ണിൽ മുട്ടിയത്. റിപ്പോർട്ടറെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ഈ നമ്മുടെ ലാലേട്ടന്റെ മകള് സിനിമയിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അത് തേടിയതാണ്. മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ലാലേട്ടൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പോലീസുകാരും എല്ലാവരും തടയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു തിരക്കിനിടയിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി മൈക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കുകയാണ് എല്ലാ ചാനലുകാരും ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹം ചെയ്തതാണ്. പക്ഷേ ആ തിക്കിലും തിരക്കിലും അദ്ദേഹത്തിന്റെ ലാലേട്ടന്റെ കണ്ണിൽ ഈ മൈക്ക് കൊള്ളുകയായിരുന്നു. അല്ലാതെ മനഃപൂർവ്വം ഒരു റിപ്പോർട്ടറും അല്ലെങ്കിൽ ആരും ആ മനുഷ്യനെ ദ്രോഹിക്കുന്നൊന്നുമില്ലല്ലോ. പക്ഷെ എന്തായാലും ആ മനുഷ്യന്റെ ലാലേട്ടന്റെ ആ ഒരു പ്രതികരണമാണ് ഏറെ ചർച്ചാ വിഷയമായത്. അദ്ദേഹം ഒരു നോക്കുകൊണ്ട് പോലും ആ ഒരു റിപ്പോർട്ടറോട് അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വീഡിയോ വൈറലായതോടുകൂടി ലാലേട്ടന് ദേഷ്യമില്ലെങ്കിലും ലാലേട്ടന്റെ ആരാധകർ റിപ്പോർട്ടർക്കെതിരെ തിരിഞ്ഞു. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഒക്കെ ഉയർത്തി. ശരിക്കും ആ റിപ്പോർട്ടർ ഒരു വിഷമ ഘട്ടത്തിലായിരുന്നു. കാരണം അദ്ദേഹം മനസ്സാവാച അറിയാത്തൊരു കാര്യമാണ്, ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലാലിന്റെ സുഹൃത്തായിട്ടുള്ള സനൽകുമാർ എന്ന് പറയുന്ന ആളിനെ വിളിച്ചു. അതിനുശേഷം ഇദ്ദേഹം ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം ക്ഷമ ചോദിച്ചു ഈ റിപ്പോർട്ടർ. പിന്നീട് സനൽകുമാർ എന്ന് പറഞ്ഞ ആളിന്റെ ഫോണിൽ നിന്ന് ലാലേട്ടൻ ഈ റിപ്പോർട്ടറെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ടൊന്ന് കേൾക്കണം. എന്തായാലും ആ റിപ്പോർട്ടർക്ക് ആശ്വാസമായിരിക്കുകയാണ്. അദ്ദേഹം ആകപ്പാടെ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഉറങ്ങിപ്പോലും കാണത്തില്ല. ഈ ആൾക്കാരുടെയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റത് കാരണം സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റി കാണത്തില്ല. എന്തായാലും ലാലേട്ടൻ ആ റിപ്പോർട്ടറോട് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ഹലോ ഹലോ, ഞാൻ ലാലാണ്. ഹലോ സാറേ, ലാലേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് അതൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞ കാര്യമല്ലേ. അതെ, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നും ചെയ്യാക്കില്ല. അതെ, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല, അതിപ്പോ എനിക്ക് ഇത് എന്താറിയോ, നമ്മളെ ഒരു 5 മണിക്കോ അല്ലെ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു, നമ്മൾ ഇട്ടോളാൻ പറയുന്നു. അതിന്റെ ഫംഗ്ഷന് കയറുന്നു. അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്കറിയില്ല. അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അതെ അതെ, ഞാൻ ആ ഒരു ആവേശത്തിന് വെച്ചുപോയത്, മൈക്ക് വെച്ചുപോയത്. അതായത് പിടികെട്ട് കൊള്ളാവുന്ന തങ്ങിക്കൊണ്ടു. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആവേശത്തിന് മൈക്ക് വെച്ചായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു, ഇത്രയേ ഉള്ളൂ. വേറെ എന്ത് ചെയ്യാൻ കൈ ലോക്കായി. ഓക്കെ, താങ്ക് യു. ഞാൻ പക്ഷെ നോക്കി വെച്ചിട്ടുണ്ട്. അതാണ് ലാലേട്ടൻ. എന്താ അല്ലേ?